Hallo, guten Tag. Ich heiße Roshna. Ich komme aus Indien. Ich wohne in Kottayam. Ich bin Ingenieurin von Beruf. ഞാനിപ്പം ബിടെക് കഴിഞ്ഞിട്ട് ബിടെക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഇൻഫോ പാർക്കിൽ ടെക്നിക്കൽ പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഇപ്പോൾ എനിക്കൊരു ഓൾമോസ്റ്റ് 4 years എക്സ്പീരിയൻസ് ഉണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ പാരലലി ഒരു ഇൻസ്റ്റഗ്രാം പേജ് റൺ ചെയ്യുന്നുണ്ട്. സെയ്ദി ഹിജാബ്സ് എന്ന പേര്. മുസ്ലിംസിൻ്റെ ഉള്ള മോഡസ്റ്റ് ക്ലോത്തിങ്, ഹിജാബ്സ് അതൊക്കെ അതിൽ സെല് ചെയ്യുന്നത്. ജസ്റ്റ് ബിസിനസ്സും ഒരു ജോബിൻ്റെ കൂടെ തന്നെ ബിസിനസ്സും കൂടെ റൺ ചെയ്യാമെന്ന് ഓർത്ത് അങ്ങനെ ഒരു പാഷൻ്റെ പുറത്ത് ചെയ്തതാണ്. ഇപ്പോൾ അത് നല്ലതായിട്ട് പോകുന്നു. എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞാൻ IRSനെ കുറിച്ച് അറിയുന്നത് തന്നെ. അവന് ഇതേപോലെ ഹൗസ് ബിൽഡിങ് ചെയ്യാനായിട്ടാണ്. അപ്പം എന്നോട് പറഞ്ഞു ഇതേപോലെ IRSൽ പെട്ടെന്ന് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ഒരു 6 months കൊണ്ട് തന്നെ A1 തൊട്ട് B2 വരെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അതേപോലെ ഇവിടെ പ്രിപ്പറേഷൻസ് ഒക്കെ എന്ന് പറഞ്ഞാൽ ഗോയിത്ത ലെവലിലുള്ള പ്രിപ്പറേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മാത്രമല്ല ഇവിടുത്തെ ടൈമിങ് വരുന്നത് ചില ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ ഉച്ചവരെ ക്ലാസ് ഉള്ളൂ. ഇവിടെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കോളേജിലൊക്കെ പോകുന്ന പോലെ തന്നെ 9 to 4 o'clock ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല എല്ലാ സാറ്റർഡേയ്സിലും ഒക്കെ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കൂടുതൽ അധികം ഡ്യൂറേഷൻ വരുന്നില്ല. നമുക്ക് പെട്ടെന്ന് തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. A1 തൊട്ട് B2 വരെയാണല്ലോ. ഇപ്പം നോർമലി എല്ലാവരും യൂറോപ്പിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ ഒന്നെങ്കിൽ സ്റ്റഡി അബ്രോഡ് ചെയ്യും, അല്ലെങ്കിൽ ഹൗസ് ബിൽഡിങ് അങ്ങനത്തെ ഏതെങ്കിലും ഒരു നഴ്സിംഗ് കോഴ്സൊക്കെയാണല്ലോ ചൂസ് ചെയ്യുന്നത്. ലൈക്ക് അവിടെ പോയി ജോബ് ഹണ്ട് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. അതാണ് മെയിൻലി ജോബ് സീക്കർ വിസ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം എന്താണെങ്കിലും അതിൻ്റെ ഒരു ബേസിക്കായിട്ട് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ജർമ്മനിയിലോട്ടാണെങ്കിൽ നമുക്ക് എന്താണെങ്കിലും ഒരു B2 ലെവൽ ഉണ്ടെങ്കിലുള്ളൂ ജോബിനാണെങ്കിലും സ്റ്റഡീസിനാണെങ്കിലും എല്ലാം ഒരു ലാംഗ്വേജ് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഫാക്കൽറ്റീസ് ആണെങ്കിലും നമുക്ക് ഭയങ്കര സപ്പോർട്ടാണ് തരുന്നത്. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നമ്മൾ എപ്പോൾ ചോദിച്ചാലും അത് എപ്പോഴും അവർ അവൈലബിൾ ആയിരിക്കും. പിന്നെ വീക്ക്ലി ഇതേപോലെ വൊക്കാബുലറി ടെസ്റ്റ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്റ്റഡി മെറ്റീരിയൽസ് ആണെങ്കിലും നല്ല സ്റ്റഡി മെറ്റീരിയൽസ് ഇവിടുന്ന് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇത് മെൻഷൻ ചെയ്ത പോലെ തന്നെ നമുക്കിപ്പം ആരെങ്കിലും ഇപ്പോൾ പ്രൊഫഷണലായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഉള്ളവർ വിത്ത് എക്സ്പീരിയൻസ് ഇനഫ് എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റിയായി ജോബ് സീക്കർ വിസ എന്ന് പറയുന്നത്. നമ്മൾ അവിടെ പോയി ജോബ് ഹണ്ട് ചെയ്യണമെന്നുള്ളത് മാറ്റി വെച്ചാൽ ഭയങ്കര നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇപ്പോൾ ജർമ്മനി ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. സോ അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മളൊരു ലാംഗ്വേജ് എടുക്കുക എന്നുള്ളതാണ്. അപ്പം B2 ലെവലെങ്കിലും കംപ്ലീറ്റ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതേപോലെ ലാംഗ്വേജ് ഒരു ബാരിയറായിട്ട് നിൽക്കുകയാണെങ്കിൽ നമുക്കിവിടെ IRSൽ ജോയിൻ ചെയ്യാം. A1 തൊട്ട് B2 വരെ വളരെ ചെറിയ ഡ്യൂറേഷനിൽ തന്നെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.